സർ, ഇന്നലെ രണ്ടുപേര് കാസർഗോഡ് മരിച്ചത് അത് രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അല്ല, കാസർഗോഡ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി വളരെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഈ കൊലപാതകത്തിന് പിന്നിൽ യാതൊരു രാഷ്ട്രീയ വിഷയങ്ങളും ഇല്ല എന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രവർത്തകരുടെ കൊലപാതകത്തെ ഏതാണ്ട് ആഘോഷിക്കുന്ന മട്ടിലാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള മട്ടിൽ CPM-ൻ്റെ മേൽ അനാവശ്യമായിട്ട് പഴിചാരി കേരളമാകെ ഇന്നലെ രാത്രി വരെ പറഞ്ഞിരുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഹർത്താൽ എന്നാണ്. നമ്മുടെ സംസ്ഥാനമാകെ ഹർത്താൽ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അനാവശ്യമായ ഒരു സംഗതിയായിപ്പോയി. ഇന്നിപ്പോൾ ഈ ദാരുണമായിട്ടുള്ള കൊലപാതകമാണെങ്കിൽ പോലും അത് CPM-ൻ്റെ മേൽ കെട്ടിവെച്ച് നടത്തുന്നതായിട്ടുള്ള ഹർത്താൽ. നിശ്ചയമായിട്ടും കൊലപാതകത്തെ CPM എല്ലാ പാർട്ടികളും അപലപിക്കുന്നുണ്ട്. പക്ഷേ അത് CPM-ൻ്റെ മേൽ ഇതിന് കെട്ടിവെച്ചു എന്നുള്ളത് എത്ര തന്നെ ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ മാസ്റ്റർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് സംഭവം നടന്നാലും CPM-നെ പ്രതിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. നിശ്ചയമായിട്ടും കൊലപാതകത്തിൽ അവരുടെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിൽ നമുക്കെല്ലാവർക്കും പ്രയാസമുണ്ട്, വേദനയുണ്ട്. കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ആരായിരുന്നാലും ശരി, അത് രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടല്ല, കുറ്റവാളികളുടെ മുഖം നോക്കിയിട്ടല്ല ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നത്. ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അനാവശ്യമായിട്ടുള്ള ഹർത്താൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ്. 24 മണിക്കൂർ പോലും സമയം കൊടുക്കാതെ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുക, അത് ആഘോഷമാക്കുക, അതിൽ നിന്നെല്ലാം പിന്മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മിനിസ്റ്റർ, ഈ KPCC അധ്യക്ഷനും അതുപോലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറഞ്ഞത് ഇത് TP ചന്ദ്രശേഖരനെയും അരിയിൽ ശുക്കൂറിനെയും ഷുഹൈബിനെയും ഒക്കെ കൊന്ന പോലെ വളരെ ആസൂത്രിതമായ കൊലയാണ് എന്ന്. മാത്രമല്ല, പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കുന്നു എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഓത്തൻറ്റിക്കായിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ ആവർത്തിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഏതു കാര്യത്തെ ഉപയോഗിക്കുന്നവരാണ് അവരെന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്.